எங்க வீட்டுக்காரோட எனக்கு விஜய் தான் பிடிக்கும். எனக்கு என் முன்னாடி வேணுமா விஜய் வேணும் கேட்டா தளபதி தானே. நான் சும்மா வாத்தி சொல்ல இந்த நியூஸ் അവർക്ക് ടി വി കെ അധ്യക്ഷൻ വിജയ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. വിജയ്ക്കൊപ്പം പ്രവർത്തകരും ആരാധകരും എത്തിയിട്ടുണ്ട്. ചെന്നൈ വെൽസ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ ആണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏപ്രിൽ 23 തമിഴ്നാട് ഇലക്ഷൻ. ഞാൻ ഇവിടെ കുറെ കാലമായിട്ട് തമിഴ്നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഒരു വല്ലാത്തൊരു ചൂട് പിടിച്ച അവസ്ഥയിലാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വിജയ് തന്നെയാണ്. TVK വിജയ്, നമ്മുടെ ദളപതി വിജയ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് വിജയ് പ്രചരണം ആരംഭിച്ചപ്പോ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ആരാധക വൃന്ദങ്ങളും അവരെ സിനിമ കണ്ടിട്ടുള്ള ആരാധകന്മാരും ഫാൻസും ഉള്ള ഒരു കൂട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ കുറച്ച് കാലം നമ്മൾ ഒരു 2 ആഴ്ച 1 മാസമായിട്ട് വിജയുടെ പ്രചരണത്തിനും TVKയുടെയും ചർച്ചകൾ ഭയങ്കരമായിട്ട് പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും ഭയങ്കര ആൾക്കാർ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കക്ഷികള്, പാർട്ടികള് വിജയുടെ ഈ കൂട്ടത്തെ കണ്ട് തന്നെ ഒരു ചെറിയൊരു പേടി, DMK ആവട്ടെ ADMK ആവട്ടെ, ആർക്കൊക്കെ ഒരു ചെറിയൊരു പേടി വന്നിട്ടുണ്ട് വിജയുടെ ഇത്രയധികം ഒരു കൂട്ടത്തെ ചേർക്കാനുള്ള അവരുടെ ഇത് കണ്ടിട്ട്. അതുപോലെ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദിച്ചു, എന്റെ പേഴ്സണലായിട്ട് ചോദിച്ചു ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ആക്ച്വലി ചോദിക്കാൻ പാടില്ല. എന്നാൽ ഒരു 99% ആൾക്കാർ പറയുന്നത് ഈ പ്രാവശ്യം വിജയ്ക്കാണ് വോട്ട്, TVKക്കാണ് വോട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ 1 മാസക്കാലത്ത് ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേയധികം റീൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിജയുടെ കുറിച്ചിട്ട്. അതിലെനിക്ക് ഇപ്പം നമ്മളെ ഉണ്ണിക്കണ്ണൻ മംഗളം അവർ കുറെ കാലമായിട്ട് തമിഴ്നാട്ടിലാണ് വിജയിന്റെ ഈ പാർട്ടിയുടെ ആയിട്ട് ഇലക്ഷൻ പ്രചരണമായിട്ട് എല്ലാ ഇലക്ഷൻ പ്രചരണത്തിലും പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗളം. അങ്ങനെയുള്ള കുറച്ച് റീൽസ് നിങ്ങളെയും കൂടി കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടില് വിജയ് ജയിക്കോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒരു അസംഷൻ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് റീൽസ് കാണാം. நான் கேரளாவிலேருந்து பாலக்காட்டிலேருந்து வந்திருக்கேன். என்னால் அங்கே வந்து பார்க்க முடியலை. அதனால் எப்படியாவது இங்கே வரணும்னு சொல்லி நைட்டு தூங்காமல் அவருக்காக கேரளாவிலேருந்து அவ்வளோ தூரத்துலேருந்து வந்திருக்கேன். நாங்கள் கேரளாவில் வெல்ஃபேர் ப்ரோக்ராம் நிறையா பண்ணியிருக்கேன் TVKக்காக. ஆனால் எங்கள் ஊரில் இந்த கட்சி வரல. இருந்தாலும் விஜய் இங்கே ஜெயிச்சு ஜனங்களுக்கெல்லாம் நல்லது பண்ணி எங்கள் ஊர்லேயும் வந்து எங்கள் கேரளாவையும் கொஞ்சம் கூடி மாற்றணும். அது விஜய் அண்ணாவால் முடியும். நாங்கள் விஜய் அண்ணாவுக்கு ஃபுல் சப்போர்ட்டாக கேரளான்னு நிற்பேன். இந்த ஊர்லேருந்து இப்போ இங்கேருந்து பிரச்சாரம் பண்ணணும்னாலும் விஜய் அண்ணாக்காக என்ன வேணாலும் பண்ணுறதுக்கு நாங்கள் ரெடியாக இருக்கிறேன். ചേച്ചി പാലക്കാട് നിന്ന് വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് പോയിട്ടാണുള്ളത്. വിജയണ്ണൻ തമിഴ്നാട്ടിൽ ജയിച്ചതിന് ശേഷം ഇവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം കേരളത്തിൽ വന്നിട്ട് CM ആയിട്ട് അവിടെ നല്ല കാര്യങ്ങൾ ചെയ്തത് നല്ലുണ്ട് അല്ലേ ചേച്ചി? അടുത്ത റീൽസ് നോക്കാം നമുക്ക്. பொள்ளாச்சி விஜயானனுக்கு ஓட்டு கேட்கறதுக்கு அப்ப நீங்க நினைக்கிறோம் ஒரு கேரளா மனிதனா எதுக்கு தமிழ்நாடு வந்து ஓட்டு கேட்கிறேன்? அங்கதான் டெஸ்ட் இருக்கு. ஒண்ணும் இல்லாம கேரளாவில் ரொம்ப வேதனையா இருந்த உன்னிக்கான சினிமா நடிக்கணும்னு ஆசை, விஜயானன் கூட நடிக்கணும்னு ஆசையா இருந்தேன். அப்படி நான் கேரளாவில் நடந்து போய் சென்னை போய் அவர் பார்த்த தொழில கை ஓட்ட வாழ்க்கையை மாத்திருச்சு. ஒரு கேரளா மனிதனை ஏன் வாழ்க்கை மாறி இருந்தா தமிழ்நாடே வாழ்க்கை மாற்றி புது மாற்றம் கொண்டு வரும். ஆனா அவரு ரியல் ஹீரோ. அவரு ஏன் தொகுல்னு கைட்டப்போ ஒரு கேரளா மனுஷனாய் ஒரு புள்ள പോലെ ஒரு தம்பி പോലെ வாழ்க்கையை மாத்தி இருந்தா உங்க வாழ்க்கை கண்டிப்பா மாத்திடும். அண்ணே சத்தியமா சொல்றது தொகுல் ஏன் தலைவரை மாத்தி தளபதி ஐயா அவரை விசிலுக்கு ஓட்டு போட்டு ஜெயிக்க வச்சுது புது மாற்றம் கொண்டுவா. நான் ரொம்ப சங்கடப்பட்டு படம் நடிக்கணும்னு ஆசையா இருந்தேன். ரொம்ப அலைஞ்சாச்சு. அங்கெல்லாம் ஆசைப்பட்ட மாதிரி என் தொகுல்ல கை போட்டு 2.5 நாள் ரூம் எடுத்து கொடுத்தேன். திருப்பி AC ட்ரெயின்ல விட்டேன். ஒரு புள்ள പോലെ தம்பி പോലെ அவரை பார்த்துட்டு அதுதானே நான் இங்க வந்து பேசுறேன். என் வாழ்க்கை மாத்திட்டு விஜயண்ணன் எத்தனையோ வாட்டி முயற்சி பண்ணிட்டு அவரு இத்தனை படமும் இதெல்லாம் விட்டு மக்களுக்காக வந்திருந்தா கேரள உள்ளிக்கான வாழ்க்கை மாத்தி வர தமிழ்நாடு ஒரு ஆளுக்கு வாழ்க்கை மாத்திட்டு எல்லாரும் விசில் போட்டு அந்த திருவிழா கொண்டாடுங்க. விஜயண்ணா
ടി വി കെ ഇതറിയാം നിങ്ങൾക്ക്. ഇവരാണ് ഉണ്ണിക്കണ്ണൻ മംഗളം. ഭയങ്കര വിജയ് ഫാനാണ്. മുമ്പ് വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് നടന്നിട്ട് പോയിട്ട് വിജയനെ കണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു. അതിനെ കുറിച്ച് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോഷോപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അതൊക്കെ വിടാം. ചങ്ങായി ഭയങ്കര വിജയാരാധന കേട്ടോ. ഇപ്പൊ ഫുൾ ടൈം പ്രചരണത്തിലാ. എല്ലാ വീഡിയോയിലും കാണാം വിജയന്റെ ഏത് ഇതുണ്ടെങ്കിലും. വിജയന്റെ അല്ല, അവിടെ ഇതറിയില്ല, മണ്ഡലം എന്നറിയില്ല, അവിടെ ഒക്കെ പ്രചരണത്തിലുണ്ട് ചങ്ങായി. നമുക്ക് അടുത്ത വീഡിയോ. അടുത്ത വർഷോ? അടുത്ത വർഷമല്ല, അടുത്ത ജന്മം. അടുത്ത വർഷം ഭാര്യയായിട്ട് ജനിക്കണം പോലും. ഇതിനൊക്കെയാണ് പ്രാന്ത് എന്ന് പറയുന്നത്. എന്ത് തലമുത്ത പ്രാന്താന്നല്ലേ. അത് നമുക്ക് ഞാൻ പറയാനുള്ളത്, നമ്മളെ ഈ ആരാധന എന്ന് പറയുന്നത് നമ്മള് കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ഈ സിനിമ നടന്മാരുടെ നായകന്മാരുടെ ആരാധന എന്ന് പറയുന്നത് വല്ലാത്ത ഡിഫറെന്റ് ആണ്. ഇവിടെ ആരാധന പറഞ്ഞാൽ ഒരു പ്രാന്തായിട്ട് തന്നെ കണക്കും, ഒരു ദൈവം പോലെ കണക്കാക്കും. അങ്ങനെയുള്ള ആരാധന മൂത്ത പ്രാന്തം നമ്മളെ കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലോ ഇവിടെ, നമ്മളെ കേരളത്തിൽ നിന്ന് പോയതാണ്. பொறுக்கிறவன் 2 பொண்டாட்டி வச்சிருக்கான், கூட்டுறவன் 4 புருஷன் வச்சிருக்கான், காசு இல்லாதவங்க கூட 10 பொண்டாட்டி 10 புருஷனோட ஜாலியா வாழ்றாங்க. எங்கள்கிட்ட காசு இருக்கு, நாங்க வச்சுக்குவோம், வச்சுக்காம போவோம். உங்களுக்கு என்ன அரசியல் தானே, ஓட்டு தானே, ஓட்டுக்குள்ள வச்சு நீங்க சமாளிக்கணும். இது சீக்ரெட் மேரேஜ் தான், நம்மளுக்கு ஒண்ணும் இல்ல. அந்த சங்கீதாவுக்கு இப்பதான் நேரமே கிடைச்சிருக்கு. ஸ்டாலின் சங்கீதாவோட கரெக்ட் பண்ணி காசு கொடுத்துருப்பான். எலெக்ஷன் அன்னைக்கு வந்து நீ கரெக்டா டைவர்ஸ் வாங்க வந்துரு, நான் உங்க 2 பேருக்கு டைவர்ஸ் வாங்கி கொடுத்துறேன்னு ஸ்டாலின் தான் சொல்லி. ഈ കുട്ടിയുടെ വീഡിയോ ഇവിടെ തമിഴ്നാട്ടില് ഭയങ്കരമായിട്ട് വൈറലായ വീഡിയോ ആണ്. അതിനെതിരെ ഭയങ്കരമായിട്ട് വിമർശനം വന്നായിരുന്നു. ചെറിയ 18 വയസ്സായെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് വിമർശനം വന്ന ശേഷം, അതായത് വയസ്സിന് മൂത്തവരെ വല്ലാണ്ട് സ്റ്റാലിനൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു. ഭയങ്കര വൈറലായി. അതിന് ശേഷം ഈ കുട്ടി തന്നെ വന്നിട്ട് എല്ലാവരോടും മാപ്പൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ വയസ്സിന് മൂത്തവരെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, വിജയനെ കണ്ട സന്തോഷത്തില് അങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1000 തങ്ങച്ചി இருக்கிறோம், 1000 அக்கா இருக்கிறோம், பொண்டாட்டியா கூட இருந்துட்டு போறோமே, எங்க தளபதிக்கு நாங்க நிப்போம். സംഗീത പോയാലും പ്രശ്നമില്ല, ഞാൻ അടുത്ത വിജയന്റെ ഭാര്യ ആയിക്കോളാതാ പറയുന്നത്. நான் சும்மா வாத்தி சொல்ல, இந்த நிமிஷம் அவருக்கு ஏன்னா என் உயிரை விட கழுத்தாருன்னு அப்படியே கிடப்பேன். என் குடும்பத்தை அவர் பாத்துக்கோரு. ചാവാൻ വരെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രാന്തം കൂട്ടങ്ങളുണ്ട്. ആരാധന വേണ്ടാന്നല്ല, ഇഷ്ടം വേണ്ടാന്നല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്നതൊക്കെ വല്ലാത്ത മോശം തന്നെയാണ്. ஒருவேளை அவர் நேர்ல பாக்குற வாய்ப்பு கிடைச்சா என்ன பேசுவீங்க, என்ன பண்ணுவீங்க? ഇമോഷണൽ സ്പീച്ചാണ്, ഭയങ്കര ഇമോഷണൽ സ്പീച്ചാണ്. இல்லப்பா கேக்குறாங்க என்ன, எனக்கு என் முன்னாடி வேணுமா விஜய் வேணும்னு கேட்டா தளபதி தானே. എന്തുവാടേ ഇത്? ഭാര്യനെ വേണോ വിജയ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയ് മതി എന്ന് പറയൂലോ. എന്തെന്നാ ചെയ്യണ്ടല്ലോ ഇവനെല്ലാം. சொல்ல எனக்கு என் அம்மா அப்பா முக்கியமோ இல்லையோ, எனக்கு தளபதி தான் முக்கியம். അടുത്തത് അച്ഛനും അമ്മേനെയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് വിജയ് ഇതാ മുഖ്യം. അണ്ണാ ദളപതി, ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ പേര് മോശാക്കുന്ന തോന്നുന്നത്. ഇങ്ങനെ കുറച്ച് പ്രാന്തന്മാരുണ്ട് വിജയന്റെ പേര് മോശാക്കാൻ വേണ്ടിട്ട്, ദളപതിന്റെ പേര് മോശാക്കാൻ വേണ്ടിട്ട്. எங்க வீட்டுக்காரோட எனக்கு விஜய் தான் பிடிக்கும். தப்பே இல்ல, உங்க பொண்ணாடி சொன்னா. ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാനിത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോ നമ്മളത് ഇപ്രാവശ്യത്തെ തമിഴ്നാട് ഇലക്ഷൻ വിജയ് തൂക്കോ ഇല്ലയോ എന്നാണ് നമ്മ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ തമിഴ്നാട്ടില് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു 35% ടു ഒരു 45% വോട്ടുണ്ടായാൽ മാത്രമേ തമിഴ്നാട്ടില് അധികാരം നിലനിർത്താനോ അധികാരം പിടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. തമിഴ്നാട്ടിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു 7 കോടിയോളം വരും. അതില് 18 മുതൽ 35 വയസ്സ് വരെയുള്ള വോട്ട് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു 30 to 45% ആണ്. ഈ 7 കോടിയിലെ 30 to 45% ആണ് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ജനസംഖ്യ. ഈ വിജയ്ക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ഉള്ളത് ഈ ഏജ് കാറ്റഗറിയിലാണ്. ഈ 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയാണ് വിജയ്ക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് കണ്ടുവരുന്നത്. ഇവരുടെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ 7 കോടിയിൽ ഒരു 30 to 35% വരെ ഈ 18 to 35 ഏജ് ഉള്ളവരുണ്ട്. ഇവരുടെ മൊത്തം വോട്ട് കിട്ടിയാൽ മാത്രമേ വിജയ്ക്ക് ഒരു വിജയ സാധ്യതയായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇവരെ മൊത്തം വോട്ട് കിട്ടുമോ? അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇതിലൊരു 50% വോട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് സാധിക്കും. അപ്പോ ഒരു 10% നിന്ന് 15% വരെ വോട്ട് ഈ വിഭാഗത്തിൽ നിന്ന് വിജയ്ക്ക് എന്തായാലും ലഭിക്കും. പിന്നെ ബാക്കിയുള്ള കാറ്റഗറിയിൽ നിന്ന് ഒരു 10% വോട്ട് വിജയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിജയ് ഈ 2026 ഇലക്ഷനിൽ ഒരു 25% വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2026 ഇലക്ഷനിൽ വിജയ്ക്ക് ഒരു വിജയ സാധ്യത കാണാനില്ല. എന്നിരുന്നാലും ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികളെ ഒന്ന് പിടിച്ചുലക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് ഈ 2026 ഇലക്ഷൻ കൊണ്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും 5 വർഷം വിജയ് ഇതേ രീതിയിൽ നല്ലൊരു പ്രചരണവും ബാക്കിയുള്ള കാര്യങ്ങളും ജനങ്ങളെ സേവിക്കലും അധികാരത്തിലില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ എന്തായാലും വിജയ് ഒരു 50% ഇതേ രീതിയിൽ ഒരു എനർജിയും കുറയാതെ ഒരു ഒന്നും എനർജി താഴാതെ ഇതേ രീതിയിൽ മുന്നോട്ട് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ 2026, 2031 ഇലക്ഷനിൽ ഒരു 50% വോട്ടോളം നേടി വിജയ് അധികാരത്തിൽ വരും. അടുത്ത ചീഫ് മിനിസ്റ്റർ 2031 ചീഫ് മിനിസ്റ്റർ ഇതേപോലെ പോയി കഴിഞ്ഞാൽ വിജയ് അയക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെയ് 4 വരെ കാത്തു നിൽക്കാം. തമിഴ്നാട് ഇലക്ഷൻ റിസൾട്ടും വരുന്നത് മെയ് 4 തന്നെയാണ്. കേരള ഇലക്ഷൻ റിസൾട്ടും വരുന്നത് മെയ് 4 തന്നെയാണ്. ഇന്ത്യ മൊത്തത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ഇലക്ഷനും ഈ തമിഴ്നാട് ഇലക്ഷനും തന്നെയാണ്. അപ്പോൾ റിസൾട്ടിന് അന്ന് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.